Letter Mothers, years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂരിൽ യുഡിഎഫിന് മിന്നും വിജയം. അടിതെറ്റി എൽഡിഎഫ്. കരുത്തറിയിച്ച് പി.വി. അൻവർ. 9 വർഷത്തിനു ശേഷം നിലമ്പൂരിൽ 11,077 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് യുഡിഎഫ്. കരുളായിയിലൊഴികെ എല്ലാ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ഭൂരിപക്ഷം നേടിയാണ് ആര്യടൻ ഷൗക്കത്തിന്റെ തിളക്കമാർന്ന വിജയം. നിലമ്പൂരിന്റെ പൊന്നോമനപുത്രൻ ആര്യാടൻ ഷൗക്കത്തിന് തൊടാൻ പോലും കഴിയില്ല. എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ജന്മനാടായ പോത്തുകല്ലിൽ ലീഡ് നേടാനായതിനു പുറമെ നിലമ്പൂർ നഗരസഭയിൽ നേടിയ 3967 വോട്ടിന്റെ ഭൂരിപക്ഷവും വിജയത്തിന്റെ തിളക്കം കൂട്ടി. എൽഡിഎഫ് ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലും അമരമ്പലത്തും പോത്തുകല്ലിലും ഇടത് കോട്ടകൾ തകർത്താണ് ആര്യടൻ ഷൗക്കത്തും യുഡിഎഫും ഇടിച്ചു കയറിയത്. 2021-ൽ 81,277 വോട്ടുകൾ നേടിയ എൽഡിഎഫ് 66,159ലേക്ക് കൂപ്പുകുത്തി. 77,737 വോട്ടുകൾ നേടിയാണ് യുഡിഎഫ് വിജയം. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ 1000-ഓളം വോട്ടുകൾ മാത്രമാണ് കുറവ്. 78,500-ഓളം വോട്ടുകളാണ് യുഡിഎഫിന് 2021-ൽ ലഭിച്ചത്. യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് വഴിക്കടവിൽ 1829, മൂത്തേടത്ത് 2067, എടക്കര 1170, പോത്തുകൽ 307, ചുങ്കത്ര 1287, നിലമ്പൂർ 3967, അമരമ്പലം 704 എന്നിങ്ങനെയാണ് ലീഡ്. കരുളായി പഞ്ചായത്തിൽ മാത്രമാണ് എൽഡിഎഫിന് ലീഡ് ലഭിച്ചത്. അതും 118 വോട്ടുകൾ മാത്രം. യുഡിഎഫ് നിലമ്പൂരിലും ചുങ്കത്ര വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിലും ആഹ്ലാദ പ്രകടനം നടത്തി. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരെല്ലാം പ്രചാരണത്തിനിറങ്ങിയിട്ടും മിന്നും ജയം നേടാനായത് യുഡിഎഫ് കേന്ദ്രങ്ങളെ ആവേശക്കടലിലാക്കിയിരിക്കുകയാണ്. യുഡിഎഫ് മിന്നും ജയം നേടിയത് എൽഡിഎഫ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ ജനരോക്ഷമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. സ്വതന്ത്രനായി മത്സരിച്ച പി.വി. അൻവർ 19,768 വോട്ടുകൾ നേടി കരുത്തറിയിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.